നമസ്കാരം. മഹാഭാരതം ചുരുക്കത്തിൽ എപ്പിസോഡ് 3. അങ്ങനെ വിചിത്രവീര്യനും മരണമടയുന്നതോടുകൂടി ഹസ്തിനപുരത്തിന് അനന്തരാവകാശികൾ ഇല്ലാതാകുന്നു. ഭീഷ്മർ തന്റെ ശപഥത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുന്നുമില്ല. അങ്ങനെയിരിക്കെ സത്യവതി തനിക്ക് വിവാഹത്തിനു മുൻപ് പരാശര മഹർഷിയിലുണ്ടായ ഒരു മകനെക്കുറിച്ച് ഭീഷ്മരോട് പറയുന്നു. ഒരു ദിവസം യമുനാ നദിയുടെ അക്കരെ കടക്കുവാൻ വരുന്ന വസിഷ്ഠ മഹർഷിയുടെ പൗത്രനും ശക്തി മഹർഷിയുടെ മകനുമായ പരാശര മഹർഷി മത്സ്യഗന്ധമുള്ള അതിസുന്ദരിയായ കടത്തുകാരി സത്യവതി എന്നറിയപ്പെടുന്ന മത്സ്യഗന്ധിയിൽ ആകൃഷ്ടനാകുന്നു. തുടർന്ന് കടത്തു കടക്കുന്നതിനിടയിൽ തന്നെ പരാശര മഹർഷിക്ക് സത്യവതിയിൽ ഒരു പുത്രനുണ്ടാകുന്നു. കറുത്ത നിറത്തോടു കൂടിയ കൃഷ്ണദ്വൈപായനൻ എന്ന പുത്രൻ പിന്നീട് വേദവ്യാസൻ എന്ന് അറിയപ്പെടുന്നു. കടത്തു കടന്നു യമുനാ നദിയുടെ അക്കരെ എത്തുന്നതോടെ യുവാവായിത്തീരുന്ന കൃഷ്ണദ്വൈപായനൻ എപ്പോഴാണോ തന്റെ അമ്മയ്ക്ക് തന്റെ സഹായം വേണ്ടത് അപ്പോൾ മനസ്സിൽ വിചാരിച്ചാൽ താൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് തപോവനത്തിലേക്ക് യാത്രയാകുന്നു. പരാശര മഹർഷിയുടെ അനുഗ്രഹത്താൽ മത്സ്യഗന്ധം മാറി സത്യവതി അഭൗമ സുഗന്ധമുള്ളവളായി തീരുന്നു. തുടർന്ന് പരാശര മഹർഷിയും തപോവനത്തിലേക്ക് യാത്രയാകുന്നു. ഹസ്തിനപുരത്തിന് കിരീടാവകാശികൾ ഇല്ലാത്തതിനാൽ തന്റെ മകനായ വേദവ്യാസനെ ക്ഷണിക്കാം എന്നാണ് സത്യവതിയുടെ നിർദ്ദേശം. ഇത് ഭീഷ്മർ അംഗീകരിക്കുന്നു. അങ്ങനെ സത്യവതിയുടെ നിർദ്ദേശപ്രകാരം വേദവ്യാസമുനി അംബികയെ സമീപിക്കുന്നു. മുനിയെ കണ്ട അംബിക പേടിച്ച് കണ്ണുകളടയ്ക്കുന്നു. അതിനാൽ അംബികയ്ക്ക് ജനിക്കുന്ന പുത്രൻ ജന്മന അന്ധനായിരിക്കുമെന്ന് വേദവ്യാസമുനി പറയുന്നു. അങ്ങനെ അംബികയ്ക്ക് വേദവ്യാസമുനിയിലുണ്ടായ പുത്രനാണ് ധൃതരാഷ്ട്രർ. കിരീടാവകാശി അന്ധനായിരുന്നാൽ എന്താണ് പ്രയോജനം? അതുകൊണ്ട് അംബാലികയിലൂടെ ഒരു പുത്രനെ കൂടി സമ്മാനിക്കുവാൻ സത്യവതി വേദവ്യാസനോട് അഭ്യർത്ഥിക്കുന്നു. അംബാലികയോട് കണ്ണുകൾ അടയ്ക്കരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. വേദവ്യാസ മഹർഷി അംബാലികയെ സമീപിക്കുന്നു. അംബാലിക കണ്ണുകൾ അടയ്ക്കുന്നില്ല. പക്ഷേ പേടിച്ച് വിളറിയ മുഖത്തോടു കൂടിയാണ് വേദവ്യാസനെ സമീപിക്കുന്നത്. ജനിക്കുന്ന പുത്രൻ വിളറിയ ചർമ്മത്തോടു കൂടിയുള്ളതായിരിക്കുമെന്ന് വേദവ്യാസ മഹർഷി പറയുന്നു. അങ്ങനെ അംബാലികയ്ക്ക് വേദവ്യാസ മുനിയിലുണ്ടായ പുത്രനാണ് പാണ്ഡു. എന്നാൽ 2 പുത്രന്മാരും പൂർണ്ണ ആരോഗ്യവാന്മാർ അല്ലാത്തതിനാൽ ഒരു പുത്രനെ കൂടി സമ്മാനിക്കാൻ സത്യവതി നിർദ്ദേശിക്കുന്നു. അങ്ങനെ വേദവ്യാസ മുനിക്ക് ഒരു തോഴിയിലുണ്ടാകുന്ന പുത്രനാണ് വിതുരർ. വിതുരർ പൂർണ്ണ ആരോഗ്യവാനായി ജനിക്കുന്നു. അങ്ങനെ ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരർ ഈ 3 കുമാരന്മാരും ഭീഷ്മരുടെ മേൽനോട്ടത്തിൽ കൃപാചാര്യരുടെ ശിഷ്യന്മാരായി വളരുന്നു. മൂത്തപുത്രനായ ധൃതരാഷ്ട്രർ അന്ധനായതുകൊണ്ട് അനുജനായ പാണ്ഡു കിരീടാവകാശിയാകുന്നു. രാജനീതിയിലും നിയമത്തിലും അഗ്രഗണ്യനായ വിതുരർ മഹാമന്ത്രിയാകുന്നു. ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം ഗാന്ധാര ദേശത്തെ രാജകുമാരിയായ ഗാന്ധാരിയെ ധൃതരാഷ്ട്രർ വിവാഹം കഴിക്കുന്നു. തന്റെ ഭർത്താവിനില്ലാത്ത സൗഭാഗ്യം തനിക്കും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധാരി തന്റെ കണ്ണുകൾ എന്നേക്കുമായി മൂടിക്കെട്ടുന്നു. എന്നാൽ തന്റെ സുന്ദരിയായ സഹോദരി ഒരു അന്ധനെ വിവാഹം ചെയ്യുന്നതിൽ ഗാന്ധാരിയുടെ സഹോദരനും ഗാന്ധാരദേശത്തെ യുവരാജാവുമായ ശകുനി താൽപര്യപ്പെട്ടില്ല. എന്നാൽ ഭീഷ്മരെ എതിർക്കുവാനോ അദ്ദേഹത്തിന്റെ അനിഷ്ടത്തിന് പാത്രമാകുവാനോ ആരും ധൈര്യപ്പെട്ടില്ല. ശകുനിയുടെ മനസ്സിൽ ഇത് എന്നും ഭീഷ്മരോടും ഹസ്തിനപുരത്തോടും വിദ്വേഷം വളർത്തുന്നു. പാണ്ഡു കുന്തിഭോജന്റെ ദത്തുപുത്രിയായ കുന്തിയെ വിവാഹം കഴിക്കുന്നു. വിവാഹത്തിനു മുമ്പ് ഒരിക്കൽ കുന്തിഭോജന്റെ കൊട്ടാരം സന്ദർശിക്കുന്ന ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷിയെ പരിപാലിക്കുന്ന കാര്യങ്ങൾ സൽഗുണസമ്പന്നയായ കുന്തി സ്വമേധയാ ഏറ്റെടുത്ത് അതിഭംഗിയായി നിർവഹിക്കുന്നു. ഇതിൽ സന്തുഷ്ടനായ ദുർവാസാവ് മഹർഷി കുന്തിയോട് ഒരു വരം ചോദിച്ചു കൊള്ളുവാൻ നിർദ്ദേശിക്കുന്നു. തനിക്ക് ഭാവിയിലേക്കുള്ള വരം മതി. അതിനാൽ നല്ല മക്കളുണ്ടാകാൻ അനുഗ്രഹിക്കണം എന്ന് കുന്തി അപേക്ഷിക്കുന്നു. അങ്ങനെ ദുർവാസാവ് മഹർഷി കുന്തിക്ക് ഒരു സവിശേഷ മന്ത്രം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ മന്ത്രം ആരെ മനസ്സിൽ പ്രാർത്ഥിച്ച് ചെയ്യുന്നുവോ
അവർ അടുത്തെത്തി ഉത്തമനായ ഒരു പുത്രനെ നൽകും എന്നനുഗ്രഹിച്ച് ദുർവാസാവ് മഹർഷി യാത്രയായി. വരം ലഭിച്ച കുന്തിക്ക് അത് ശരിയായിരിക്കുമോ എന്നറിയാൻ വല്ലാത്ത ജിജ്ഞാസ തോന്നി. സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കുന്തി മന്ത്രം ചൊല്ലുകയും സൂര്യഭഗവാൻ കുന്തിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഉത്തമനായ കവചകുണ്ടലങ്ങളോടുകൂടിയ ശോഭയാർന്ന ഒരു പുത്രനെ സമ്മാനിക്കുകയും ചെയ്യുന്നു. കുന്തിക്ക് സൂര്യഭഗവാനിലുണ്ടായ ഈ പുത്രനാണ് വീരയോദ്ധാവായ കർണൻ. പക്ഷേ കുന്തി ആകെ ഭയചകിതയാകുന്നു. അവിവാഹിതയായ തനിക്ക് ഒരു പുത്രനുണ്ടായി എന്ന് പുറംലോകം അറിഞ്ഞാൽ എന്തൊരു അപമാനമായിരിക്കും. അപമാനഭാരം ഭയന്ന് തൻ്റെ അരുമ മകനെ വേദനയോടെ കുന്തി ഒരു പെട്ടിയിലാക്കി ഗംഗാനദിയിൽ ഒഴുക്കിവിടുന്നു. ഈ പെട്ടി ഹസ്തിനപുരത്തെ സാരഥിയായ അതിരഥന് ലഭിക്കുന്നു. മക്കളില്ലാത്ത ദുഃഖം പേറി ജീവിച്ചിരുന്ന അതിരഥനും ഭാര്യ രാധയും കുന്തിയുടെ പുത്രനെ രാധേയൻ എന്ന നാമകരണം ചെയ്ത് സന്തോഷത്തോടെ തങ്ങളുടെ ഓമന മകനായി വളർത്തുന്നു. അടിക്കടെ തന്റെ അയൽ രാജ്യങ്ങളെ തോൽപ്പിച്ച് പാണ്ഡു മഹാരാജാവ് ഹസ്തിനപുരത്തിന്റെ പേരും പെരുമയും സീമയും വർദ്ധിപ്പിക്കുന്നു. പാണ്ഡു കുന്തിയുടെ സമ്മതത്തോടെ രാജകുമാരിയായ മാദ്രിയെയും വിവാഹം ചെയ്യുന്നു. പാണ്ഡു തന്റെ യുദ്ധവൈഭവം കൊണ്ട് ഭരത രാജവംശത്തിലെ തന്നെ അതിപ്രശസ്തരായ രാജാക്കന്മാരിൽ ഒരാളായി തീരുന്നു. പക്ഷേ സദാ യുദ്ധകാര്യങ്ങളിൽ മുഴുകിയിരുന്ന പാണ്ഡുവിന് കുറച്ചുനാൾ കൊട്ടാരമൊക്കെ ഉപേക്ഷിച്ച് ലളിത ജീവിതം നയിക്കാൻ ആഗ്രഹം തോന്നുന്നു. സത്യവതിയുടെയും ഭീഷ്മരുടെയും അനുമതിയോടെ പാണ്ഡു ഭാര്യമാരായ കുന്തിയുടെയും മാദ്രിയുടെയും അകമ്പടിയോടെ വിശ്രമ ജീവിതത്തിന് കാട്ടിലേക്ക് പുറപ്പെടുന്നു. പോകുമ്പോൾ തന്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രരെ തൽക്കാലം കിരീടം ഏൽപ്പിക്കുന്നു. തുടർന്ന് അടുത്ത എപ്പിസോഡ് കാണുക. ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.